തൃക്കാക്കരയിൽ യുവാക്കളുടെ ക്രൂരമർദ്ദനത്തിനിരയായ വാഴക്കാല സ്വദേശി പ്രവീൺകുമാറിന്റെ നില അതീവ ഗുരുതരമാണ്. മറ്റ് ആളുകളൊക്കെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഈ കാർ ഉടമയെ കസ്റ്റഡിയിൽ എടുത്ത സൂചനയൊക്കെയാണ് ഈ സമയത്ത് പുറത്തേക്ക് വരുന്നത്. അനിൽ ജോർജ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ, എന്തായാലും ഇന്നത്തെ ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് എന്നുള്ളത്. ഇത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം, ക്രൂരതയൊക്കെ നടന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഈ പ്രവീൺകുമാറിന്റെ അടക്കം ആരോഗ്യനില ഈ സമയത്ത് എങ്ങനെയാണ്, എന്താണ്, പിന്നെ മറ്റ് പോലീസ് നടപടികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സ്വാതി, ഇന്ന് പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ക്രൂര മർദ്ദനം ഒക്കെ അരങ്ങേറുന്നത്. ഇപ്പോൾ ഇതിൽ പരിക്കേറ്റത് 3 പേർക്കാണ്. അതിൽ ഒരാളുടെ നിലയാണ് അതീവ ഗുരുതര അവസ്ഥയിലുള്ളത്. തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ട്. ബ്ലീഡിംഗ് നിർത്താൻ കഴിയുന്നില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞത്. ആദ്യം കാക്കനാടിനടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ യുവാവിനെ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ യുവാവിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. യുവാവിന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമുണ്ട്. 10 ലക്ഷം രൂപയോളം ശസ്ത്രക്രിയയ്ക്ക് അടിയന്തരമായി കെട്ടിവെക്കേണ്ടതുണ്ട് എന്നാണ് വീട്ടുകാരോട് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് 2 പേർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇവരുടെ നിലയും ഗുരുതരമായ നിലയിൽ തന്നെയാണ്. ഇവർക്ക് മൂക്കിനും മറ്റുമാണ് സാരമായി പരിക്ക് ഏറ്റിട്ടുള്ളത്. കടുത്ത മർദ്ദനമാണ് ഇവർക്ക് ഉണ്ടായത്. ഇരു സംഘങ്ങളും കാറിൽ വന്ന 3 യുവാക്കളും ഒപ്പം തന്നെ നടന്നുപോയ മറ്റ് 3 യുവാക്കളും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞത് എന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത്. 2 മണിയോടുകൂടി ഇത്തരത്തിൽ സംഘർഷമുണ്ടായി. കാക്കനാട് NGO ക്വാർട്ടേഴ്സിനടുത്ത് ആണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവിടെ പുലർച്ചെ വരെ കടകൾ ഉണ്ടാവാറുണ്ട്. ഈ കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ ഈ മർദ്ദന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് പുറത്തേക്ക് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ ജീവനെ വരെ വില നൽകുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ഇപ്പോഴും എന്നുള്ളതാണ്